എജു വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, അതേപോലെ സഹകരണവുമായി ബന്ധപ്പെട്ടുള്ള കേരള ബാങ്ക് എക്സാം, CSEB എക്സാമുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ബാങ്കിങ്ങിൻ്റെ ഭാഗത്തു നിന്നും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് സമയം വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്കറിയാം, ആദ്യം തന്നെ നമുക്കറിയാവുന്നതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 എന്ന് പറയുന്നത് അത് നിലവിൽ വന്നിട്ടുള്ളത് 1 മാർച്ച് 1882 നിലവിൽ വന്നിട്ടുള്ളത്. എപ്പോഴാണ്? 1 മാർച്ച് 1882 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 നിലവിൽ വന്നിട്ടുള്ളത്. എപ്പോഴാണ്? 1 മാർച്ച് 1882, മാർച്ച് 1 1882 മറന്നു പോകരുത്. മാർച്ച് 1 1882 ഇത് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 ടേമുകളാണുള്ളത്. നെഗോഷ്യബിൾ എന്നും ഇൻസ്ട്രുമെൻറ്റും എന്നുള്ള 2 ടേമുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. എന്നാൽ നെഗോഷ്യബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫറബിൾ എന്നാണ്. ട്രാൻസ്ഫറബിൾ ഇൻസ്ട്രുമെൻറ്റ് നെഗോസിയേഷൻ അല്ലെങ്കിൽ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രാൻസ്ഫറബിൾ എന്നാണ്. നെഗോഷ്യബിൾ. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. റിട്ടൺ ഡോക്യുമെൻ്റ് എന്താണ്? ഒരു പേഴ്സൺ, അതായത് റിട്ടൺ ഡോക്യുമെൻ്റ് ബൈ വിച്ച് എ റൈറ്റ് ഈസ് ഗിവൺ ടു എ പേഴ്സൺ ആൻഡ് വിച്ച് ഈസ് ട്രാൻസ്ഫറബിൾ. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന റിട്ടൺ ഡോക്യുമെൻറ്റുകളെയാണ് നമ്മൾ എന്താ പറയുക? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാറ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇവിടെ നോക്കിയത്. വേർഡ് നെഗോഷ്യബിൾ മീൻസ് ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഇൻ റിട്ടേൺ ഫോർ എ കൺസിഡറേഷൻ. അപ്പോൾ നെഗോഷ്യബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫറബിൾ ഫ്രം ഒരു പേഴ്സണിന് അടുത്ത പേഴ്സണിലേക്ക് ഇൻ റിട്ടേൺ ഫോർ എ കൺസിഡറേഷൻ. അങ്ങനെ ട്രാൻസ്ഫറബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നെഗോസിയേഷൻ എന്ന് പറയാല്. അതേപോലെ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ റിട്ടൺ ഡോക്യുമെന്റ് ബൈ വിച്ച് റൈറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ഫേവർ ഓഫ് സം പേഴ്സൺ. സോ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്. അതിലൂടെ ചില റൈറ്റ്സുകൾ ഒരു പേഴ്സണ് ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുക്കുന്നു. അപ്പം മൊത്തമായിട്ട് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എന്ന് പറയുമ്പോൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുമ്പോൾ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് എൻടൈറ്റിൽ എ പേഴ്സൺ ടു എ സം ഓഫ് മണി ആൻഡ് വിച്ച് ഈസ് ട്രാൻസ്ഫറബിൾ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അതായത് ഒരു പേഴ്സണ് സർട്ടൻ സം ഓഫ് മണി കൊടുക്കാമെന്നും അല്ലെങ്കിൽ കൊടുക്കണമെന്നും അല്ലെങ്കിൽ തരാമെന്ന് പറയുകയും, പിന്നെ എന്താണ്? ആ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ വൺ പേഴ്സണിൽ നിന്ന് അനദർ പേഴ്സണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതും ആയിരിക്കണം. അതാണ് നമ്മുടെ എന്താ പറയുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ഒന്നാമതാണ് ഫ്രീലി ട്രാൻസ്ഫറബിൾ. എന്താ ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞാൽ? അതായത് ഫ്രീലി ട്രാൻസ്ഫറബിൾ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. അടുത്ത എന്താണ്? കൺസിഡറേഷൻ. എന്താ കൺസിഡറേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇൻ റിട്ടേൺ ഫോർ എ സർട്ടൻ കൈൻഡ് ഓഫ് കൺസിഡറേഷൻ. പിന്നെ എന്താണ്? ഡേറ്റ് ഉണ്ടായിരിക്കണം. എന്താണ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? അതായത് എല്ലാ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിലും സർട്ടൻ ഡേറ്റ് ഉണ്ടാക്കണം. നമുക്ക് ചെക്ക് ആയാലും പ്രൊമിസറി നോട്ട് ആയാലും അതേപോലെ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ആയാലും ഇറ്റ് ഷുഡ് ബി കണ്ടെയ്ൻ എ ഡേറ്റ്. ഒരു ഡേറ്റ് ഉണ്ടായിരിക്കണം. വെദർ ഇറ്റ് മേ ബി ഹാൻഡ് ഡേറ്റഡ് ആവാം, അല്ലെങ്കിൽ പോസ്റ്റ് ഡേറ്റഡ് ആവാം, എന്ത് ഡേറ്റ് വേണമെങ്കിലും വാങ്ങാം. അത് എന്താണ്? ബില്ല്, അതായത് അത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ ബേസ് ചെയ്താണ്. ബട്ട് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ എ ഡേറ്റ്. ഒരു ഡേറ്റ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ്? ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കണം. ഷുഡ് ബി എ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ ഡേറ്റ് ഉണ്ടായിരിക്കണം. ആ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ സെക്ഷൻ 13 പ്രകാരം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെക്ഷൻ 13 പ്രകാരം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാണ് വരുന്നത്. എന്താ? 3 തരം പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്,
ചെക്ക്. ഇത് മൂന്നുമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 13 നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ ബാക്കി എല്ലാം എഴുതുന്നെങ്കിൽ എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് 13 പറഞ്ഞിരിക്കുന്നതല്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് 13 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേതൊക്കെയാണ്? പ്രോമിസറി നോട്ട്, പ്രോമിസറി നോട്ട്, അല്ലെങ്കിൽ നമ്മളതിനെ പ്രോ നോട്ട് എന്ന് പറയും. ചിലപ്പോൾ പ്രോ നോട്ട് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയും, പ്രോമിസറി നോട്ട്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതേപോലെ ചെക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ സെക്ഷൻ 13 പറഞ്ഞിരിക്കുന്നത് 3 ഇൻസ്ട്രുമെന്റുകളാണ്: പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ഇനി ഇതെന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് പ്രോമിസറി നോട്ട്, അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്. അതിനു മുൻപ് പ്രോമിസറി നോട്ട് പറയുന്നതിന് മുമ്പ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ സെക്ഷൻ 4 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിന്റെ സെക്ഷൻ 4 ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 4 നമ്മൾ പ്രോമിസറി നോട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താ പറയാം? എന്താ പ്രോമിസറി നോട്ട്? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. ഫസ്റ്റത്തേതാണ് ഇൻസ്ട്രുമെന്റ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ടെയ്നിങ്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ് ആണ്. എന്തെങ്കിലും കണ്ടീഷൻ വെക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അൺകണ്ടീഷണൽ പ്രോമിസ് ആണ്. സൈൻഡ് ബൈ ദ മേക്കർ. ആരാണ് സൈൻ ചെയ്യുന്നത്? സൈൻഡ് ബൈ ദ മേക്കർ ടു പേ എ certain sum of money only. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. ഇതെന്താണ്? ഒരു എഴുതി ചേർത്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ സൈൻഡ് ബൈ ദ മേക്കർ ടു പേ എ certain sum of money only. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇതാണ് ഒരു പ്രോമിസറി നോട്ടിന്റെ സ്പെസിമെൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ എമൗണ്ട് തന്നിട്ടുണ്ട്, ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 months after the date I promise to pay Shyam or order the sum of 1000 rupees value received. അതായത് 3 മാസത്തിന് ശേഷം, 3 months after this ഡേറ്റിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ശ്യാമിന് ഇത്ര രൂപ, അതായത് സം ഓഫ് 1000 rupees കൊടുക്കാമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? പ്രോമിസ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സ്പെസിമെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെസിമെനിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ആൻ, എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ്. ഇതെന്താണ്? എഴുതി ചേർത്തതാണ്. അപ്പം നമുക്ക് പറയാം എഴുതിയത് മാത്രമാണോ പ്രോമിസറി നോട്ടായിട്ടുള്ളത്? അല്ല. പ്രിന്റഡും ആവാം, ടൈപ്പ് റൈറ്റിംഗ് ചെയ്യാം. പ്രോമിസറി നോട്ട് മേ ബി either റിട്ടേൺ എഴുതി ചേർക്കുന്നതുമാവാം, അല്ലെങ്കിൽ എന്താവാം പ്രിന്റഡുമായിട്ട് മാറാവുന്നതാണ്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഐ പ്രോമിസ് ടു പേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ പ്രോമിസ് ടു പേ. സോ ഇതിൻ്റെ മറ്റൊരു ഫീച്ചറായിട്ട് പറയുന്നത് എന്താണ്? പ്രോമിസ് ടു പേ. പ്രോമിസ് ടു പേ, അതായത് ഐ ആം ബൗണ്ട് ടു പേ, അല്ലെങ്കിൽ ഐ പ്രോമിസ് ടു പേ എന്ന് പറയുന്ന ആ ഒരു ടേം അതിലെന്ത് ചെയ്യും? കറക്റ്റായിട്ട് അവിടെ ഉണ്ടാകും. എന്താ പറയുക? ഡെഫിനിറ്റ് ആൻഡ് അൺകണ്ടീഷണൽ ആണ്. ഡെഫിനിറ്റ് ആൻഡ് അൺകണ്ടീഷണൽ ആണ്. കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതായത് നീ റെഡ് ഷർട്ട് ഇട്ടിട്ട് വന്നാൽ മാത്രമേ ഞാൻ ഈ 500 രൂപ തരുള്ളൂ, അല്ലെങ്കിൽ 1000 രൂപ തരുള്ളൂ, അല്ലെങ്കിൽ നീ എന്താണ് നീ ഇന്ന സ്ഥലത്ത് വന്നാലേ നീ അത് തരുള്ളൂ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അപ്പം എന്താണ്? യാതൊരുവിധ കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണൽ ആൻഡ് ഡെഫിനിറ്റ് ആണെന്ന് പറയുന്നത് പ്രോമിസ് എന്ന് പറയുന്നത്. അത് നമുക്കിതിൽ എന്താ കാണാൻ പഠിക്കുന്നത്? നമ്മൾ പറഞ്ഞു സൈൻഡ് ബൈ ദ മേക്കർ. ആര് സൈൻ ചെയ്തിരിക്കണം? ഇത് മേക്കർ എന്ന് പറയുന്നതാണ് സൈൻ ചെയ്തിരിക്കണം. മസ്റ്റ് ബി സൈൻഡ് ബൈ ദ മേക്കർ. അപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ ആരാണ് മേക്കർ? ആരാണ് മേക്കർ എന്ന് പറയുന്നത്? ആരെയാണ് നമ്മൾ മേക്കർ എന്ന് പറയുന്നത്? അതായത് പ്രോമിസറി നോട്ടിൽ നമുക്ക് 2 പാർട്ടീസാണ് ഉള്ളത്. പ്രോമിസറി നോട്ടിൽ നമുക്കുള്ളത് 2 parties ആണ്. എത്ര പാർട്ടീസ് ആണ് നമ്മൾ ചോദിച്ചാൽ എന്താ പറയുക? there are 2 parties in the promissory note. ആരാണ് പ്രോമിസറി നോട്ടിലെ 2 പാർട്ടീസ്? ആരാണ് പ്രോമിസറി നോട്ടിലെ 2 പാർട്ടീസ് എന്നത്? പ്രോമിസറും ആരൊക്കെയാണ്? പ്രോമിസറും പ്രോമിസിയുമാണ്. പ്രോമിസറും പ്രോമിസിയുമാണ് 2 പാർട്ടീസ് ആയിട്ടുള്ളത്. അപ്പോൾ പ്രോമിസർ എന്ന് പറഞ്ഞാൽ ആരാണ്? മേക്കറാണ്. പ്രോമിസർ എന്ന് പറഞ്ഞാൽ മേക്കറാണ്. ആരാണോ പ്രോമിസ് ചെയ്യുന്നത്? ആരാ പ്രോമിസ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ
ഞാൻ എ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് 500 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ ആരാണ്? ഞാൻ ഡെപ്റ്ററാണ്. ഡെപ്റ്ററാണ്. എ എന്ന് പറയുന്ന വ്യക്തി എന്താണ്? ക്രെഡിറ്ററാണ്. സോ ഞാൻ പറയുന്നു ഇന്ന ഡേറ്റിൽ ഞാൻ എക്ക് ഐ പ്രോമിസ് ടു പേ ടു മിസ്റ്റർ എ, ഞാൻ മിസ്റ്റർ എക്ക് ഇന്ന ഡേറ്റിൽ 1000 രൂപ കൊടുക്കാമെന്ന് ഞാൻ പ്രോമിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആരാണ്? ഡെപ്റ്ററാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഡെപ്റ്ററാണ്, അല്ലെങ്കിൽ പ്രോമിസറാണ്, അല്ലെങ്കിൽ മേക്കറാണ്, അല്ലെങ്കിൽ ഡ്രോവറാണ് എന്ത് ചെയ്യുന്നത്? പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത്. ഞാനല്ലേ പ്രോമിസ് ചെയ്തത്? ഞാൻ ഇത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ പ്രോമിസ് ചെയ്തത്? അപ്പോൾ ഞാനാണ് പ്രോമിസർ. എന്തെങ്കിലും പറയും? മേക്കർ എന്ന് പറയും. മേക്കർ എന്ന് പറയും. അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയും? ഡ്രോവർ എന്ന് പറയും. ഈ ഡ്രോവർ ആരാണ്? അല്ലെങ്കിൽ ഡെപ്റ്ററാണ്. അല്ലെങ്കിൽ ഉണ്ട് അല്ലേ? പ്രോമിസറിൽ ഇറുണ്ട്, ഡെപ്റ്ററിൽ ഇറുണ്ട്, മേക്കറിൽ ഇറുണ്ട്, അതേപോലെ ഡ്രോവറിലും ഇറുണ്ട്. സോ പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്ന ആരാണ്? ഡെപ്റ്ററാണ്. അല്ലെങ്കിൽ ആരാണ്? മേക്കറാണ്. അല്ലെങ്കിൽ ആരാണ്? ഡ്രോവറാണ്. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു പാർട്ടി പ്രോമിസറാണ്, അടുത്ത പാർട്ടി ആരാണ്? പ്രോമിസിയാണ്. പ്രോമിസിയാകുമ്പോൾ ഈ വരുമ്പോൾ എന്താണ്? ഡ്രോവിയാണ്, പേയാണ്, ക്രെഡിറ്ററാണ്. അപ്പോൾ ഡെപ്റ്റർ ക്രെഡിറ്റർക്ക് നൽകുന്ന ഒരു അഷ്യൂർമെൻ്റ് ആണ്. ഇത് ക്രെഡിറ്റർ തന്നെ ആവണമെന്നല്ല കേട്ടോ. പ്രോമിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രെഡിറ്റർ തന്നെ ആവണമെന്നല്ല, ക്രെഡിറ്റർ ആവാം. അല്ലെങ്കിൽ ഈ പേ എന്ന് പറയുന്നത് പ്രോമിസി അല്ലെങ്കിൽ പേ അല്ലെങ്കിൽ ഡ്രോവി എന്ന് പറയുന്നത് either it may be the creditor or any other person who received by them. അപ്പോൾ അങ്ങനെയുള്ളതാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രോമിസ്. അപ്പോൾ there are two parties in the in the promissory note. One is പ്രോമിസർ നമ്മൾ എന്താ പറയും? മേക്കർ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയും? ഡ്രോവർ, അല്ലെങ്കിൽ എന്താ പറയും? ഡെപ്റ്റർ. അദ്ദേഹമാണ് മേക്കറാണ്, പ്രോമിസറാണ്, ഡെപ്റ്ററാണ് പ്രോമിസറി നോട്ടിൽ മേക്ക് ചെയ്ത് സൈൻ ചെയ്തത്. ആരാ ആക്സെപ്റ്റ് ചെയ്യുന്നത്? പ്രോമിസിയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, ഡ്രോയിയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, മേക്കറാണ് ആക്സെപ്റ്റ് ചെയ്തത്, ക്രെഡിറ്ററാണ് അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ, ക്രെഡിറ്റർ ആയിട്ടില്ലെങ്കിൽ ക്രെഡിറ്റർ ഓതറൈസ് ചെയ്യുന്ന മറ്റൊരു പേഴ്സണാണ് അതെന്ത് ചെയ്യുന്നത്? അത് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ എത്ര പാർട്ടീസാണുള്ളത്? There are certain parties എന്ന് പറഞ്ഞില്ലേ? There are two parties. The instrument must be pointed who the maker and who is the paid. Okay, അപ്പോൾ there are two parties ആണ് ഇതിൽ എന്തായിട്ടുള്ളത്? ഇതായിട്ട് ഉള്ളത്. അടുത്തൊരു കണ്ടീഷൻസ് ആണ് certain sum of money. certain sum of money എന്ന് പറയുന്നത് certain ആയിരിക്കണം. അഡീഷണൽ സബ്സ്ട്രാക്ഷനും അങ്ങനെയൊന്നുമല്ല. ഞാൻ എ എന്ന് പറയുന്ന വ്യക്തിക്ക് 10,000 കൊടുക്കാനുണ്ടെങ്കിൽ ഐ പ്രോമിസ് ടു പേ ₹10,000 തന്നെ എഴുതണം. അങ്ങനെ തന്നെ എഴുതണം. അല്ലെങ്കിൽ പ്രോമിസ് ടു പേ അതായത് 10,000 പ്ലസ് അങ്ങനെ ചെയ്തിട്ടൊന്നും എഴുതാൻ വേണ്ടി പാടില്ല. നമ്മൾ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 തന്നെ ആയിരിക്കണം. സം ഡ്യൂ ടു എത്രയാണോ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത്, ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് 1,000 rupees ആണ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതെങ്കിൽ ഞാൻ 1,000 rupees തന്നെയാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തെന്താണ്? പ്രോമിസ് ടു പേ മണി ഓൺലി. എന്താ പ്രോമിസ് ടു പേ മണി ഓൺലി എന്ന് പറയുന്നത്? അതായത് ആ പ്രോമിസറി നോട്ടിൽ നമ്മൾ മണി ടേംസ് മാത്രമേ പറയാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ പ്രോമിസ് ടു പേ 20 shares. I promise to pay 20 shares to Mr. B. I promise to pay 20 shares to Mr. B instead of the money എന്ന് എഴുതാൻ വേണ്ടി പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ എഴുതണം? I promise to pay ₹1,000. മണി തന്നെ എഴുതണം. മണി ഇൻ ടേംസ് ഓഫ് മണിയിൽ തന്നെ ആയിരിക്കണം ഡീലിംഗ് ഒക്കെ. നമുക്ക് ഇൻ പകരം ഷെയറോ മറ്റൊന്നും ആഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഐ പ്രോമിസ് ടു പേ ഷെയർസ്, അല്ലെങ്കിൽ ഐ പ്രോമിസ് ടു പേ 5 gram gold, അല്ലെങ്കിൽ ഐ പ്രോമിസ് ടു പേ 1 gram gold എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരിക്കലും പ്രോമിസറി നോട്ടിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. പ്രോമിസ് ടു പേ എന്ന് പറയുന്നത് മണി മാത്രമായിരിക്കണം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് മേ ബി പേബിൾ ഓൺ ഡിമാൻഡ് ഓർ ആഫ്റ്റർ ദ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ അത്ര പീരീഡിലേക്കാണോ നമ്മൾ ആ ഒരു എഗ്രിമെൻ്റ് ഉള്ളത്, അത്ര പീരീഡിലേക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇത് ചെയ്യുന്നത്. പിന്നെ എന്താണ്? സൈൻഡ് ബൈ ദ മേക്കർ. ആരാ മേക്കർ എന്ന് പറയുന്നത്? പ്രോമിസറാണ് മേക്കർ. ആരാണ് മേക്കർ? പ്രോമിസറാണ്. ആരാണ്? ഡ്രോവറാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് മേക്കർ എന്ത് ചെയ്യണം? മേക്കർ മസ്റ്റായിട്ടും ഈ ഒരു പ്രോമിസറി നോട്ടിൽ
സൈൻ ചെയ്തിരിക്കണം. മേക്കർ സൈൻ ചെയ്തില്ല എങ്കിൽ ആ ഒരു പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് അവിടെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും, അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കില്ല. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പ്രോമിസറി നോട്ടിൽ ഇതെന്ത് ചെയ്യണം, മസ്റ്റായിട്ടും സ്റ്റാമ്പ് ചെയ്തിരിക്കണം. മസ്റ്റായിട്ടും പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. എന്താണ് പ്രോമിസറി നോട്ട് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വന്നേക്കണം, സ്റ്റാമ്പ് ചെയ്തിരിക്കണം. എങ്ങനെ, ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം. ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം ഇതെന്തായിരിക്കണം, പ്രോപ്പറായിട്ട് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. സ്റ്റാമ്പ് ചെയ്തില്ലെങ്കിൽ എന്താണ്, അത് ആക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പ്രോമിസറി നോട്ടിൻ്റെ ഒരു കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് നോക്കാം, നമ്മൾ പറഞ്ഞു ആക്സെപ്റ്റൻസിൻ്റെ കേസ്. ഇതിലെന്താണ്, പ്രോമിസറി നോട്ടിൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നിർബന്ധമില്ല. കാരണം എന്താണ്, ഞാൻ ഇത്ര സം ഓഫ് മണി അവന് കൊടുക്കാറുണ്ട്, അതൊക്കെ നമ്മൾ എന്തെങ്കിലും നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. സോ ആക്സെപ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് പ്രോമിസറി നോട്ട്. അതേപോലെ തന്നെ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് പ്രോമിസറി നോട്ടിന് അപ്ലിക്കബിൾ ആണ്. ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് പ്രോമിസറി നോട്ടിന് അപ്ലിക്കബിൾ ആണ്. എന്താ ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത്, അതായത് മെച്യൂരിറ്റി ഡേറ്റ് പ്ലസ് 3 days ആണ് നമുക്ക് ഗ്രേസ് ഓഫ് ഡേയ്സ് കിട്ടുന്നത്. ഡേയ്സ് ഓഫ് ഗ്രേസ് എത്രയാണ്, മെച്യൂരിറ്റി ഡേറ്റിൻ്റെ കൂടെ ഒരു 3 ദിവസമാണ് നമ്മൾ കിട്ടുന്നത്. ഓക്കെ, അപ്പം മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ, മെച്യൂരിറ്റി ഡേറ്റ് ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ നമുക്ക് എപ്പോഴാണ് നമ്മൾ പേ ചെയ്യേണ്ടത്, പ്രൊസീഡിങ് ബിസിനസ് ഡേ. ആ വേർഡ് ഓർത്ത് നോക്കുക, പ്രൊസീഡിങ് ബിസിനസ് ഡേ എന്ന് വെച്ചാൽ തൊട്ട് മുൻപത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും വി ഷുഡ് പേ ഇറ്റ്. ഇനി ഇൻ കേസ് നമ്മുടെ പിന്നെ എന്താണ് ആ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഒരു എമർജൻസി കേസിൽ ഒരു ഹോളിഡേ ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ, ബാങ്കിനൊക്കെ ഹോളിഡേ അല്ലെങ്കിൽ ഹോളിഡേ ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടടുത്തുള്ള നെക്സ്റ്റ് ബിസിനസ് ഡേ നമ്മളത് ചെയ്തിരിക്കണം. അപ്പോൾ എന്താ പറയുന്നത്, ഡേയ്സ് ഓഫ് ഗ്രേസ് ഇതിന് അപ്ലിക്കബിൾ ആണ്. മെച്യൂരിറ്റി പീരീഡ് പ്ലസ് 3 days ആണ് ഡേയ്സ് ഓഫ് ഗ്രേസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഡേയ്സ് ഓഫ് ഗ്രേസ് ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ നമ്മൾ പ്രൊസീഡിങ് തൊട്ട് മുൻപത്തെ ബിസിനസ് ഡേയിൽ നമ്മളിത് ചെയ്തിരിക്കണം. ഇനി ഇൻ കേസ് എമർജൻസി ഒക്കെ ആയിട്ടൊരു ഹോളിഡേ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ബിസിനസ് ഡേ അത് എന്തെങ്കിലും ചെയ്തിരിക്കണം. ഇനി എന്താ പറയുന്നത്, ഒരു പ്രോമിസറി നോട്ടിൻ്റെ മാക്സിമം കാലാവധിയൊക്കെ എന്ന് പറയുന്നത് നമുക്കെന്താണ് 3 year ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്കൊന്ന് വേഗം നോക്കാം. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ആക്ട് 1881 ആണ്. അത് എപ്പോഴാണ് വന്നിട്ടുള്ളത്, 1 March 1882 വന്നിട്ടുള്ളത്. സോ സെക്ഷൻ 13 ആണ് എന്താ പറയുക നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. വി ഹാവ് 3 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ദാറ്റ് ഈസ് പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്. ഓക്കെ, അപ്പോൾ അതിൽ സെക്ഷൻ 4ലാണ് പ്രൊമിസറി നോട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമ്മൾ പ്രൊമിസറി നോട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് unconditional undertaking signed by the maker to pay certain sum of money only. ഇപ്പോൾ പ്രോമിസറി നോട്ടിൽ നമ്മൾ സർട്ടൻ സം ഓഫ് മണി കൊടുക്കണം എന്ന് പറഞ്ഞു. അതേപോലെ അതായത് പ്രോപ്പറായിട്ട് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം സ്റ്റാമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. മേക്കർ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ആക്സെപ്റ്റൻസ് എന്താണ്, ആക്സെപ്റ്റൻസ് നോട്ട് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് പ്രോമിസറി നോട്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ദർ ആർ 2 parties, 2 parties ആണുള്ളത്, പ്രോമിസറും പ്രോമിസിയുമാണുള്ളത്. പ്രോമിസർ എന്ന് പറഞ്ഞാൽ ആരാണ്, മേക്കർ, ഡ്രോവർ, ഡെപ്റ്റർ ആണ്. പ്രോമിസി എന്ന് പറഞ്ഞാൽ ഡ്രോവിയോർ, പേ അല്ലെങ്കിൽ ക്രെഡിറ്റർ എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് നമുക്കിനി ചെക്കും അതേപോലെ തന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ചും എടുക്കാനുണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ തന്നെ അതുമായിട്ട് വരുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി